പറമ്പിലേ ഒരു ഐറ്റം ഉണ്ടെന്നറിഞ്ഞു. അപ്പം നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. കാണിക്കാം എല്ലാം കാണിക്കാം. ഈ കാട്ടിക്കൂടെ പോയാൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. നിങ്ങളിവിടെ ഒരു വഴി തെളിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് കുടംപുളിയുടെ മരം. ഗ്രഹനാഥ കണ്ണാടിയൊക്കെ വെച്ച് എടുക്കുന്നുണ്ട്. ഇതിപ്പോ കുറവാ. എല്ലാ ദിവസവും ഇഷ്ടം പോലെ ഒരു ബക്കറ്റ് കിട്ടും. നമ്മൾ പറയുന്ന എല്ലാം കിട്ടും, പറഞ്ഞാ മതി. കളഞ്ഞതാ. മാറിയും മറിയും തിരിഞ്ഞും മറിഞ്ഞും എടുക്കണം അമ്മ. കുടുംബസ്ഥ പറയുന്നത് ഈ വർഷം പൂത്ത അടുത്ത വർഷം പൂക്കത്തില്ലെന്ന്. ഒന്ന് ചോദിച്ചു നോക്കാം ഗവേഷകേ. അല്ല, അടുത്ത വർഷം കുറവായിരിക്കും. ഈ വർഷം ഒത്തിരി ഉണ്ടായിരുന്നു. അടുത്ത വർഷം ചിലപ്പം കുറവ്. കഴിഞ്ഞ വർഷം എനിക്ക് ഇച്ചിരിയേ ഉള്ളായിരുന്നു. അതിന് മുമ്പത്തെ വർഷം തോനെ കിട്ടി. എപ്പോഴും ഒരു ബക്കറ്റൊക്കെ നിറച്ച് ഇവിടെ എടുക്കാറുണ്ട്. ചുമ്മാ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഇത് ഒത്തിരി ഉണ്ടായതുകൊണ്ട് ഓരോരുത്തർക്കൊക്കെ കൊടുത്തു. അവരൊക്കെ ഉണക്കിയെടുത്തു. ഉണക്കാനേ ഞങ്ങളങ്ങ് കൊടുത്തു. ഞങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാകുമ്പോൾ ചേരയിലൊക്കെ കുറച്ച് ഇടാനൊക്കത്തുള്ളൂ. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് പുറത്തിട്ട് ഉണക്കാനും ഒക്കത്തില്ല. അവിടെ കണ്ടൊരു പൂ. കൊടംപുളി പറിച്ചോ? കൊടംപുളി എടുത്തോ? ഇനിയിപ്പോ ഇങ്ങനെ കഴുകി എടുത്ത് പുഴു നമ്മുടെ കളഞ്ഞ് വൃത്തിയാക്കി അവിടെ സുന്ദരം വേണം. സുന്ദരനാക്കി വാല വെക്കണോ? വാല എടുക്കുമ്പോ ഈ നെടുപ്പെടുത്ത് കളയണം, അല്ലെങ്കിൽ കഴിക്കുമെന്നാ പറയുന്നത്. വാലം വെക്കണം. വാലം വെക്കാന്ന് പറഞ്ഞാൽ വെള്ളം പോകാൻ വേണ്ടി അല്ലേടാ. വാലം വെച്ചിട്ട് 2 ദിവസം പരുവായതാണ് ഇത്. വെള്ളം തോർന്നിട്ടേ ഉണക്കാൻ വെക്കാവുള്ളേ. കുറച്ചുകൂടെ വെയിൽ കൊണ്ട് ഉണങ്ങിയതാണ് ഇത്. ഇനിയും കുറച്ചുകൂടെ ഉണങ്ങി കഴിഞ്ഞിട്ട് പരുവായി കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി ഉപ്പും വെളിച്ചെണ്ണയോട് ഇട്ടിട്ട് പിന്നെ ഒന്ന് ആക്കിയിട്ട് വേണം ഭരണിയിലോ കുപ്പിയിലോ ഒക്കെ ആക്കി ഇതെടുത്ത് വെക്കാനായിട്ട്. ആൻഡ് ഇതാ കുറച്ചുകൂടെ ആയതേ കേട്ടോ. ഒരു കുപ്പിയോളമായി. ഇനി നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണേ. ഇനി നമുക്കിത് കറിയിലിട്ടാൽ മതി.